ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ ദിശ മലയാളി യൂട്യൂബർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സൂപ്പർ ഹെയർ പാക്കാണ്. ഇത് നമ്മുടെ മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാനും മുടി നല്ല തിക്കായിട്ട് വളരാനും മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും തിളക്കം നൽകാനും സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ്. മാത്രമല്ല ഇത് നമുക്കൊരു നാച്ചുറൽ ഷാമ്പു ആയിട്ടും യൂസ് ചെയ്യാം. ഓയിലൊക്കെ ചെയ്തിട്ട് കെമിക്കൽ ഷാമ്പുവിന് പകരമായിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കേണ്ടത്, ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ നിങ്ങൾക്കതിന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിതിന് വേണ്ടുന്ന ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ്. നമ്മൾ ചോറ് വെച്ചിട്ട് ഊറ്റിയെടുക്കുന്ന വെള്ളം. ഇത് ഫ്രഷ് കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് വേണ്ടുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയാണ്. ഇതൊരു 1.5 ടേബിൾ സ്പൂണോളം എടുക്കാം. ഇത് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഫെർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ദിവസം വേണം ഇത് ഫെർമെന്റ് ആയിട്ട് വരാനായിട്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഫെർമെന്റ് ചെയ്ത കഞ്ഞിവെള്ളത്തിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ ഈ ഫെർമെന്റ് ആയിട്ടുള്ള കഞ്ഞിവെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ കഞ്ഞിവെള്ളം ഫെർമെന്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഇത് അടുത്ത ദിവസം എടുത്തിട്ടുള്ളതാണ്. അപ്പൊ കഞ്ഞിവെള്ളം ഫെർമെന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് നോക്കാം. തിക്കായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആ ഉലുവ കഞ്ഞിവെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അതിലെ ഗുണങ്ങളെല്ലാം കഞ്ഞിവെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ നമ്മുടെ മുടിക്ക് വളരെയധികം നല്ലതാണ് കേട്ടോ. അതായത് ഈ ഉലുവയും കഞ്ഞിവെള്ളവും ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് സൂപ്പറാണ് മുടിക്ക്. മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ കൺട്രോൾ ആവാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല തിളക്കം നൽകാനും ഒക്കെ സൂപ്പറാണ് ഈ ഒരു കോമ്പിനേഷൻ. ഇനി ഒരു വൃത്തിയുള്ള ഒരു തുണി എടുത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഈ ഉലുവ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ യൂസ് ചെയ്യാം കേട്ടോ. ഫ്രഷ് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് സോക്ക് ചെയ്തിട്ട് ഒരു തവണയും കൂടെ നിങ്ങൾക്ക് ഈ പാക്ക് എടുക്കാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് കളയാം. അതല്ലെന്നുണ്ടെങ്കിൽ ഉലുവയും ഈ കഞ്ഞിവെള്ളവും ചേർത്തിട്ട് അരച്ച് വേണമെങ്കിലും എടുക്കാം. അരച്ചെടുക്കുമ്പോഴത്തേക്കും ഇത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇത് വാഷ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് കളയാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇങ്ങനെ ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കടലമാവ് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ ഒരു തിക്ക് പാക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പൗഡർ വേണമെങ്കിലും മിക്സ് ചെയ്യാം കേട്ടോ. നെല്ലിക്കാപ്പൊടി വേണമെങ്കിൽ ചേർക്കാം, ശിക്കാക്കായ് പൗഡർ വേണമെങ്കിൽ ചേർക്കാം, റീത്ത പൗഡർ ചേർക്കാം, അതുപോലെ പയറുപൊടി ചേർക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കടലമാവാണ്. ഇത് നല്ലൊരു ക്ലൻസർ ആണ് കേട്ടോ. നമ്മുടെ മുടിയിൽ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ കളയാനായിട്ട് നല്ലതാണ്. മാത്രമല്ല ഈ പാക്ക് ഒന്നുകൂടെ തിക്കാകുകയും ചെയ്യും. നമ്മുടെ മുടിയിൽ അങ്ങനെ ഇരുന്നോളും. പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. സൂപ്പർ ഒരു പാക്കാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നിങ്ങൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് സ്കാൽപ്പിലും മുടിയിലും നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തിരിക്കണം. ഇത് അപ്ലൈ ചെയ്യുന്നത് ആദ്യം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഓരോ സെക്ഷനായിട്ട് എടുത്തിട്ട് സ്കാൽപ്പിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം മുടിയിലും എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതൊരു 30 മിനിറ്റ്സ് വെക്കുക. 30 മിനിറ്റ്സിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. പിന്നെ നമ്മൾ ഈ ഒരു പാക്കിൽ കടലമാവ് ചേർത്തിട്ടുണ്ട്. കടലമാവ് നല്ലൊരു ക്ലൻസർ ആണ്. ഇത് നമ്മുടെ മുടിയിലുള്ള ഒരുവിധം ഓയിൽ കളയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നാലും ഒട്ടും എണ്ണമയം പാടില്ല എന്നുള്ളവർക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഷാമ്പു ആണോ അത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം അത് ഉപയോഗിച്ചിട്ട് മുടി വാഷ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് വീക്ക്ലി 1-2 തവണ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.